ഭൂതങ്ങളും പ്രേതങ്ങളും ഇപ്പോഴും അലഞ്ഞു നടക്കുന്ന സ്ഥലമാണ് ശിവക്കാവ്. ശിവക്കാവിൽ കാലങ്ങളായി വിളക്ക് വെക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. ദിഗംബരൻ, മഹാമാന്ത്രികൻ, അവൻ ആഭിചാരം നടത്തുന്ന സ്ഥലമാണ് ദുർമന്ത്രവാദവും ചോരക്കുരുതിയുമൊക്കെ. 2005 സുനിൽ പരമേശ്വരൻ്റെ രചനയിൽ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രമായിരുന്നു അനന്തഭദ്രം. മനോരമ ആഴ്ചപ്പതിപ്പിൽ ഒരു നോവലായും അനന്തഭദ്രൻ നമുക്കിടയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ സമ്പന്നമായ ഛായാഗ്രഹണവും ശക്തമായ പ്രകടനങ്ങളും കൊണ്ടും ഈ സിനിമ ശ്രദ്ധ നേടി. ഹൊറർ, ഫാൻറ്റസി, ഫോക്ലോർ എന്നിവയുടെ ഒരു കൂടിക്കലർച്ചിലായിരുന്നു ഈ സിനിമ. പൃഥ്വിരാജ് സുകുമാരൻ, മനോജ് കെ ജയൻ, കലാഭവൻ മണി, നെടുമുടി വേണു, കാവ്യ മാധവൻ, റിയാസൻ എന്നിവരായിരുന്നു ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിരുന്നത്. നാഗമാണിക്യം പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണെന്നും പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ശക്തിയാണെന്നും വിശ്വസിച്ചു വരുന്ന കുറച്ച് ഗ്രാമീണർ, അതിനെ സംരക്ഷിച്ചു പോരുന്ന മാടമ്പി തറവാട്. എന്നാൽ ഈ നാഗമാണിക്യവും താളിയോലകളും ദുർമന്ത്രവാദത്തിലൂടെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സിദ്ധയോഗികൾ. ഇത് വന്നെത്തി നിൽക്കുന്നത് അനന്തനിലും ദിഗംബരനിലുമാണ്. ഗായത്രി ദേവി എന്ന തൻ്റെ അമ്മയിൽ നിന്നും ശിവപുരം എന്ന ഗ്രാമത്തെപ്പറ്റിയും ശിവക്കാവിനെ പറ്റിയും തൻ്റെ മാടമ്പി തറവാടിനെക്കുറിച്ചും നാഗമാണിക്യവും താളിയോലകളുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന മാന്ത്രികപുരയെക്കുറിച്ചുമൊക്കെ കുട്ടിക്കാലം മുതൽക്കേ കേട്ടിട്ടുള്ള അനന്തൻ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അമ്മയുടെ മരണശേഷം തൻ്റെ അമ്മയുടെ ആഗ്രഹം പോലെ കലശം തറവാട്ടിൽ സ്ഥാപിക്കാനും ശിവക്കാവിൽ വിളക്ക് കത്തിക്കാനും അനന്തൻ ശിവപുരത്തെത്തുന്നു. എന്നാൽ ശിവപുരത്തെത്തിയ ആദ്യ നാളിൽ തന്നെ ദിഗംബരൻ്റെ അമാനുഷ്യതകളെ അനന്തന് നേരിടേണ്ടി വരുന്നുണ്ട്. പിറ്റേന്ന് ചെമ്പൻ്റെയും മറ്റു കുറച്ച് നാട്ടുകാരുടെയും സഹായത്തോടുകൂടി മാത്രമാണ് അനന്തൻ മാടമ്പി തറവാട്ടിലെത്തുന്നത്. അവിടെ വെച്ച് മാടമ്പി തറവാട്ടിലെ അടുത്ത ദേവിയാകാൻ നിയോഗിക്കപ്പെട്ട ഭദ്രയെ കാണുകയും പിന്നീട് അവർ തമ്മിലൊരു പ്രണയബന്ധത്തിലാകുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇരിക്കെ ഒരാഗ്രഹം എന്നോണം അനന്തൻ ഭദ്രയോട് പറയാണ് ഈ നാഗമാണിക്യവും താളിയോലകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന മാന്ത്രികപുര തനിക്കൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും അവിടേക്ക് പോകുന്നു. എന്നാൽ വർഷങ്ങളായി മാന്ത്രികപുരയിൽ കയറാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം നാഗമാണിക്യത്തിന് കാവൽ നിൽക്കുന്നത് സർപ്പങ്ങളാണ്. മാത്രവുമല്ല, നാഗമാണിക്യം കാണണമെങ്കിൽ മാടമ്പി തറവാട്ടിലെ പെണ്ണിൻ്റെ സാന്നിധ്യവും കുഞ്ഞൂട്ടൻ എന്ന കുഞ്ഞു സർപ്പത്തിൻ്റെ അനുവാദവും വേണം. അങ്ങനെ ഒടുവിൽ അനന്തനും ഭദ്രയും നാഗമാണിക്യം ദർശിക്കുന്നു. എന്നാൽ ഇതേ സമയം ദിഗംബരനും മാന്ത്രികപുരയിൽ എത്തുകയാണ്. ദിഗംബരനെ പിന്തുടർന്ന് ശ്രീനി എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രവും മാന്ത്രികപുരയിലെത്തുന്നു. പരകായ പ്രവേശത്തിലൂടെ തൻ്റെ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടി ദിഗംബരൻ കാലങ്ങളായി മാന്ത്രികപുരയിലെ എണ്ണത്തോണിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തൻ്റെ പ്രണയിനിയായ മാടമ്പി തറവാട്ടിലെ സുഭദ്രയുടെ ജഡം ശ്രീനി കാണുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ ദിഗംബരൻ ശ്രീനിയെ മാന്ത്രികപുരയിൽ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ദിഗംബരൻ എന്ന ദുർമന്ത്രവാദിയെക്കുറിച്ച് അനേകരിൽ നിന്ന് അനന്തൻ അറിയുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും അത് വിശ്വസിക്കാൻ അയാൾ തയ്യാറാകുന്നില്ല. എന്നാൽ ശ്രീനിയുടെ മരണശേഷം ദിഗംബരൻ്റെ ക്രൂരതകളെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ അനന്തൻ ശ്രമിക്കുന്നു. എന്നാൽ ഒടുവിൽ ദിഗംബരൻ അനന്തനിൽ തന്നെ പരകായ പ്രവേശം നടത്തുന്നു. പിന്നീടുള്ള അമാവാസി നാളിൽ ദിഗംബരൻ അനന്തനിൽ പരകായ പ്രവേശം നടത്തി ഭദ്രയെയും കൂട്ടിക്കൊണ്ട് മാന്ത്രികപുരയിലേക്ക് പോവുകയാണ്, മാന്ത്രികപുരയെ സൂക്ഷിച്ചിരിക്കുന്ന നാഗമാണിക്യവും താളിയോലകളും സ്വന്തമാക്കാൻ വേണ്ടി. എന്നാൽ ഇതേ സമയം ചെമ്പനും അയാളുടെ സഹോദരി ഭാമയും മാന്ത്രികപുരയിലെത്തുന്നുണ്ട്. അവരുടെ തക്കതായ ഇടപെടലുകൾ കൊണ്ട് ദിഗംബരന് അയാളുടെ എല്ലാ സിദ്ധികളും നഷ്ടപ്പെടുന്നു. അവസാനം ചെമ്പൻ്റെ ആയോധന വിദ്യകൾക്ക് മുന്നിൽ ദിഗംബരൻ പരാജിതനാകുന്നു. അനന്തഭദ്രം എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനമായുള്ളത് ദിഗംബരൻ എന്ന കഥാപാത്രം തന്നെയാണ്. ഒരുപക്ഷെ നായകനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഒരു ബൈറോണിക് ഹീറോ ആയിരുന്നു ദിഗംബരൻ. ദിഗംബരൻ ദിക്കുകളെ അറിയുന്നവൻ, ദിക്കുകളെ പ്രകമ്പനം കൊള്ളിക്കുന്നവൻ, അതായിരുന്നു ദിഗംബരൻ എന്ന വ്യക്തി. വർഷങ്ങൾക്ക് മുമ്പ് അമ്മമാരുടെ കഥകളിലെയും മുത്തശ്ശി കഥകളിലെയും ഒക്കെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു ദിഗംബരൻ. നോവലിൽ ദിഗംബരൻ ഒരു നായകനായിരുന്നെങ്കിൽ കൂടി സിനിമയിലേക്ക് എത്തിയപ്പോൾ അയാൾ ഒരു ബൈറോണിക് ഹീറോ ആയി മാറി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം നായകനിലുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് നായകനേക്കാൾ കൂടുതൽ ഒരു അഫെക്ഷൻ തോന്നുന്ന ഒരു ക്യാരക്ടറായിരുന്നു ദിഗംബരൻ. മനോജ് കെ ജയൻ എന്ന അതുല്യ പ്രതിഭയായിരുന്നു ദിഗംബരൻ എന്ന കഥാപാത്രത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ദിഗംബരൻ എന്ന കഥാപാത്രത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കഥാപാത്രമായിരുന്നു ചെമ്പൻ എന്ന ക്യാരക്ടർ. കലാഭവൻ മണിയായിരുന്നു ചെമ്പനെ അവതരിപ്പിച്ചിരുന്നത്. ദിഗംബരൻ എന്ന ദുർമന്ത്രവാദിയുടെ ക്രൂരതകളെ ഏറ്റവും അധികം നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയായിരുന്നു ചെമ്പൻ. അയാളുടെ ക്രൂരതയ്ക്ക് മുന്നിൽ തൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു. എന്നാൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട അയാൾ തന്നെയാണ് അവസാനം ദിഗംബരനെ ഡിഫീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ സിനിമയിലെ ഓരോ സ്ത്രീ കഥാപാത്രങ്ങളും. ഭാമയായാലും ഭദ്രയായാലും സുഭദ്രയായാലും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഭാമ എന്നൊരു ഉത്തരം നൽകേണ്ടി വരും. കാരണം ദിഗംബരനെ പോലുള്ളൊരു ഒരു വില്ലനെ അല്ലെങ്കിൽ ഒരു അമാനുഷിക ശക്തിയുള്ള ഒരാളെ
അവസാനം കീഴ്പ്പെടുത്തുന്നത് ഭാമയാണ്. ദിഗംബരൻ്റെ എല്ലാ ക്രൂരതകൾക്കും ഇരയാകപ്പെട്ട പെൺകുട്ടിയായിരുന്നു ഭാമ. പരകായ പ്രവേശത്തിലൂടെ തൻ്റെ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടി ദിഗംബരൻ തിരഞ്ഞെടുത്ത ഒരു ശരീരം മാത്രമായിരുന്നു ഭാമ. എന്നാൽ അവസാനം ദിഗംബരൻ്റെ ബ്രഹ്മചര്യം തകർത്തുകൊണ്ട് അയാളുടെ എല്ലാ സിദ്ധികളെയും ഇല്ലാതാക്കുന്നതും ഇതേ ഭാമ തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു കഥാപാത്രമായിരുന്നു ഇതിലെ നായകനായ അനന്തൻ. വർഷങ്ങൾക്ക് ശേഷം അയാൾ അമ്മയുടെ ആഗ്രഹം പോലെ ശിവക്കാവിലൊന്ന് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വരുന്നതെങ്കിലും ആ ശിവപുരം എന്ന ഗ്രാമത്തെയും ശിവക്കാവിനെയൊക്കെ ദിഗംബരൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നതും അനന്തൻ തന്നെയാണ്. ശക്തമായ കഥയിലും തിരക്കഥയിലും നിർമ്മിക്കപ്പെട്ട സിനിമയായിരുന്നു അനന്തഭദ്രം. സന്തോഷ് ശിവൻ എന്ന സംവിധായകൻ്റെ അല്ലെങ്കിൽ സന്തോഷ് ശിവൻ എന്ന സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന സിനിമ അനന്തഭദ്രം തന്നെയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലെ കാസ്റ്റിങ്ങുകളും. അതും ഡയറക്ടറിൻ്റെ ഒരു മാജിക് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. ഒരിക്കലും മനോജ് കെ ജയൻ എന്ന ആർട്ടിസ്റ്റിനെ മാറ്റി നിർത്തി ദിഗംബരൻ എന്നൊരു കഥാപാത്രത്തെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈവൻ നമ്മൾ ആ നോവൽ വായിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ മുത്തശ്ശി കഥകളൊക്കെ ഒന്നുകൂടി കേൾക്കുകയാണെങ്കിലോ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അനന്തൻ എന്ന കഥാപാത്രമായിട്ട് പൃഥ്വിരാജും ദിഗംബരനായിട്ട് മനോജ് കെ ജയനും ഒക്കെ തന്നെയായിരിക്കും. ശരിക്കും ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളെ പറ്റി പറയുമ്പോഴും അവിടെയും നമുക്ക് ഈ സിനിമാറ്റോഗ്രാഫറിൻ്റെ ഒരു കയ്യൊപ്പ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലെ ഓരോ സ്ത്രീ കഥാപാത്രങ്ങളെയും പോർട്രേ ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ഒരു ഗ്രാമീണ സൗന്ദര്യം എന്താണ് എന്ന് സന്തോഷ് ശിവൻ എന്ന ഡയറക്ടർ അല്ലെങ്കിൽ സന്തോഷ് ശിവൻ എന്ന സിനിമാറ്റോഗ്രാഫർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അനന്തഭദ്രം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മുൻനിരയിൽ തന്നെ പറയുന്ന കാര്യമാണ് ഇതിൻ്റെ എഡിറ്റിങ്ങിനെ കുറിച്ച്. ഒരു നോൺ ലീനിയർ നറേഷനാണ് ഈ സിനിമയ്ക്ക് ഉള്ളതെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു കൺഫ്യൂഷൻസോ ഒരു കോംപ്ലിക്കേഷൻസോ ഓഡിയൻസിന് ലഭിക്കുന്നില്ല. അതിന് ഒരേ ഒരു കാരണമാണ് ശ്രീകർ പ്രസാദ് എന്ന എഡിറ്റർ. ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളുടെ മനസ്സിൽ ഇടം നേടണമെങ്കിൽ അവരുടെ എല്ലാവരുടെയും ഓരോ സ്ക്രീൻ പ്രസൻസ് അല്ലെങ്കിൽ അവരുടെയൊക്കെ കോസ്റ്റ്യൂംസ് അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ദിഗംബരൻ എന്ന കഥാപാത്രം, ദിഗംബരൻ ആഭിചാരം ചെയ്യുമ്പോൾ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന കോസ്റ്റ്യൂംസ് അത് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കഥകളിയുടെയും തെയ്യത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണെന്ന് നമുക്ക് പറയാൻ കഴിയും. രൗദ്രഭാവത്തിൻ്റെയും ശാന്തഭാവത്തിൻ്റെയും ഒരു ബ്ലെൻഡ് അതായിരുന്നു ദിഗംബരൻ. അത് ശരിക്കും ഓഡിയൻസിലേക്ക് എവിഡൻ്റ് ആകുന്നത് അയാളുടെ വസ്ത്രാലങ്കാരത്തിലൂടെയായിരുന്നു. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് ഈ ചിത്രത്തിലെ പിണക്കമാണോ എന്നോട് ഇണക്കമാണോ എന്ന് പറയുന്ന ഗാനം. അതിൽ രവിവർമ്മ പെയിൻറ്റിങ്സിൻ്റെ ഒരു റിക്രിയേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ആ പെയിൻറ്റിങ്സിനൊക്കെ ഒരു ജീവൻ വെച്ചു എന്ന് നമുക്ക് തോന്നുന്നത് അതിന് കാരണമാകുന്നത് ഈ സിനിമയുടെ വസ്ത്രാലങ്കാരമാണ്. അത് നിർവഹിച്ചിരിക്കുന്നത് SB സതീശനും. ഗിരീഷ് പുത്തഞ്ചേരിയും MG രാധാകൃഷ്ണനും ചേർന്നൊരുക്കിയ 5 ഗാനങ്ങളാണ് ഈ സിനിമയിലുള്ളത്. ഇന്നും മലയാളികളുടെ പ്ലേലിസ്റ്റ് ഭരിക്കുന്ന പാട്ടുകളിൽ അനന്തഭദ്രത്തിലെ ഈ പാട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഗാനമായിരുന്നു തിരനുരയും ചുരുൾമുടിയിൽ എന്ന ഗാനം. സ്ത്രീ സൗന്ദര്യവും പ്രണയവുമായിരുന്നു ഇതിൻ്റെ മെയിൻ തീമെങ്കിലും ദിഗംബരൻ എന്ന വില്ലൻ്റെ അല്ലെങ്കിൽ ദിഗംബരൻ എന്ന ദുർമന്ത്രവാദിയുടെ പ്രണയം അതിൻ്റെ ഡെപ്ത് എന്തേരെയാണെന്ന് ഓഡിയൻസിന് മനസ്സിലാക്കി തന്നത് ഈ ഗാനത്തിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ ഈ ഗാനം ഇന്നും മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നാണ്. അനന്തഭദ്രം എന്ന ഈ ചിത്രത്തിന് ഒരു ഓപ്പൺ എൻഡിങ് അല്ലെങ്കിൽ ഒരു ഫോസ്റ്റർ ഇൻ്റർപ്രിട്ടേഷൻ സംവിധായകനും എഴുത്തുകാരനും നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഈ ചിത്രത്തിൻ്റെ അവസാനം മാന്ത്രികപ്പുരയുടെ പുറത്ത് അലറി നിലവിളിച്ച് കിടക്കുന്ന ദിഗംബരനെയാണ് നമ്മൾ കാണുന്നത്. ദിഗംബരൻ മരിച്ചു അല്ലെങ്കിൽ ഇന്നും ശിവപുരത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ തൻ്റെ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടി ദിഗംബരൻ ജീവിക്കുന്നു എന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ദിഗംബരൻ ഇന്നും തൻ്റെ പ്രണയിനിയായ സുഭദ്രയെ ആഗ്രഹിച്ചുകൊണ്ട് ശിവപുരത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലുണ്ടാവാം. അല്ലെങ്കിൽ ഭാമയുടെ ശാപം പോലെ അയാൾ ശിവപുരത്തോട് അലയുന്നുണ്ടാവാം. ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി അനന്തഭദ്രം അവസാനിക്കുന്നു. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം. ബൈ.